അപ്പോൾ കടക്കണിയിലായിരിക്കുന്ന കൃഷിക്കാരൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ചെല്ലപ്പൻ സ്വന്തം ജീവൻ ഒടുക്കിയിരിക്കുന്നത്. വൈക്കത്ത് കർഷകൻ ഒരു ആത്മഹത്യ ചെയ്ത സംഭവവുമായി CPI ഓഫീസിൽ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് KC വേണുഗോപാൽ സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടുപോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 സൂയിസൈഡ് നോട്ടുകളുണ്ടെന്ന് പറയുന്നു. സൂയിസൈഡ് നോട്ടുണ്ടെന്ന് പറയുന്നത് വാർത്തകളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുടുംബത്തെ കൂടി വിശ്വാസത്തിലെടുത്തിട്ടല്ലേ പോലീസ് ഇത് അന്വേഷിക്കേണ്ടത്. ഒരു കുടുംബനാഥൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി സുതാര്യതയോട് നടത്തുക എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കർത്തവ്യമാണ്. അക്കാര്യത്തിൽ അവർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കർഷക ആത്മഹത്യയായിട്ടാണ് എനിക്ക് ചെല്ലപ്പൻ്റെ കാര്യം തോന്നുന്നത്. ഈ സന്ദർഭത്തിലത് അങ്ങേയറ്റം ഗൗരവത്തോടെ തന്നെ പോലീസും ഉത്തരവാദപ്പെട്ടവരും എൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഏതായാലും കുടുംബത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവർ കുടുംബത്തിനുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ടും പരിശോധിക്കും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എന്തോ കവർ ചെയ്യുന്നുള്ള ഫീലിംഗ് ആണ് ഫാമിലിക്ക് ഉള്ളത് അന്വേഷണത്തിൽ. ഇപ്പം ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ടാണ് അവർ പറഞ്ഞത്. സൂയിസൈഡ് നോട്ട് ഞങ്ങൾ ചോദിച്ചിട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് സെക്രട്ടറി KC വേണുഗോപാൽ വൈക്കത്ത് മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. CPI ഓഫീസിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.